ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ജൂലൈ 8 തിങ്കളാഴ്ചയാണ്. മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ദിവസമാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റ് മൊത്തത്തിൽ നിഫ്റ്റി സെൻസെക്സ് എല്ലാം തന്നെ ഒരു പീക്കിൽ പോയി നിൽക്കുകയാണ്. സോ നിഫ്റ്റിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ 25,562 ജൂലൈ മാസത്തിൽ എത്താനുള്ള ഒരു ടാർഗറ്റ്. സോ നിഫ്റ്റി എന്തായാലും മുകളിലോട്ട് തന്നെ പോകും, അതിന് സംശയമൊന്നുമില്ല. പക്ഷേ അതിന് മുൻപേ ഒരു 1-2 ദിവസം ഒരു പുൾ ബാക്ക് എടുത്തിട്ട് തിരിച്ച് കയറി പോകുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് നിരീക്ഷിക്കാനുള്ളത്. സോ കഴിഞ്ഞ ദിവസത്തെ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി അത് തിരിച്ച് ഇന്നാണ് അതിൻ്റെ ഇന്നത്തെ ക്ലോസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലത്തെ ഹൈയിൻ്റെക്കാൾ മുകളിലാണ് ഇന്ന് ക്ലോസിങ് വരുന്നെങ്കിൽ മാർക്കറ്റ് ഫർദർ ഒരു അപ് റാലി പോവും, അല്ലെങ്കിൽ അതൊരു പുൾ ബാക്ക് എടുക്കാനുള്ള എല്ലാ സാധ്യതകളും നമ്മളെ മനസ്സിൽ കരുതി വെച്ചേക്കണം. ദെൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ അവരുടെ 7ാമത്തെ ബഡ്ജറ്റ് ഈ ജൂലൈ 23 അവതരിപ്പിക്കുകയാണ്. ജൂലൈ 23 എന്താ പറയുക, ബജറ്റ് വരുമ്പോൾ നമുക്ക് ട്രേഡേഴ്സിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യത്തിൽ നമുക്കൊരു ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മയുണ്ട് 2019 തോന്നുന്നു ഒരു ബജറ്റിൽ ഏറ്റവും വലിയ ഹിസ്റ്ററിയിൽ അത്രയും അതുവരെയും ഉള്ളതിനേക്കാൾ എത്രയോ വലിയ ഒരു ക്യാൻഡിലാണ് ബാങ്ക് നിഫ്റ്റിയിലൊക്കെ അന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. കാരണം അത്രയും പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ബജറ്റായിരുന്നു അത്. പിന്നീട് അതിന് ശേഷം വന്ന ബജറ്റിലൊന്നും ആ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു 2019 2021 എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്നാലും അതൊരു ഭയങ്കര ഭീമാകാരമായ ഒരു ഡേ മൂവ്മെൻ്റ് ആയിരുന്നു. ഇൻട്രാഡേ മൂവ്മെൻറ്റ് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായിരുന്നു അത്രയും വലിയ ഒരു മൂവ്മെൻറ്റ്. സോ അതേ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് പരമാവധി വാർത്തകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ കാര്യം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ കാരണം ഇപ്പോൾ ഉള്ളത് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കൂട്ടുമന്ത്രിസഭയാണ്. അതുകൊണ്ട് തന്നെ ഒരു സ്വന്തമായ തീരുമാനങ്ങൾക്ക് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ബജറ്റ് തന്നെയാണ്. സോ നമുക്കതിനായിട്ട് കാത്തിരിക്കാം ജൂലൈ 23. ദെൻ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ സമയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മാർച്ചിൽ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തു. ഏപ്രിൽ, മെയ്, ജൂൺ ഈ 3 മാസത്തെ റിപ്പോർട്ട് ജൂലൈ മുതൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഓരോ ക്വാർട്ടർലി റിസൾട്ടിനും പ്രധാനപ്പെട്ട കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിനനുസരിച്ച് മാർക്കറ്റിൽ മുന്നേറ്റവും ഫോളും ഒക്കെയും വരാറുണ്ട്. സോ അതും നമ്മൾ കരുതിയിരിക്കേണ്ടതാണ് ഈ മാസത്തിൽ. ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്ന് നൈക്ക, ടൈറ്റൻ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടാറ്റ മോട്ടോഴ്സ്, NLC ഇന്ത്യ തുടങ്ങിയ സ്റ്റോക്കുകൾ പരിഗണിക്കാവുന്നതാണ്. വാർത്തകളിൽ നിറഞ്ഞു നിന്ന സ്റ്റോക്കുകൾ തന്നെയാണ് ഇതൊക്കെയും. അത്രയൊക്കെയാണ് രാവിലെ ഞാൻ കണ്ടുവച്ചിട്ടുള്ള ഒരു ഹൈലൈറ്റ്സ്. നമുക്കിനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്, ബുള്ളിഷോ അല്ല ബെയറിഷോ അല്ല എന്ന രീതിയിൽ. അതർ മാർക്കറ്റ് അല്ലെങ്കിൽ ഏഷ്യൻ മാർക്കറ്റിലും അതൊക്കെ നോക്കുകയാണെങ്കിൽ ജപ്പാനും ചൈനയും ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ക്ലിയർലി ബെയറിഷാണ്. മാർക്കറ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 24,408 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. 10 പോയിന്റിന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് കിട്ടിയത്. 24,418 ഇന്ന് ഓപ്പൺ ആയിട്ടുള്ളത്. പക്ഷേ ഓപ്പണായ വഴിക്ക് ഇത് നേരെ താഴോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. 35 പോയിന്റ് താഴേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. സോ 418 നേരെ താഴോട്ട് പോയിട്ട് 24,383 ഇപ്പം നിൽക്കുന്നത്. സോ ഓപ്പണായ അതായത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു നെഗറ്റീവ് മൂവ്മെൻറ്റ് അതാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഡാറ്റ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ക്ലാരിഫൈ ചെയ്യാണ്. ഞാൻ ഇവിടെ പറയുന്ന വാല്യൂസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്നലെ അവസാനിച്ച മാർക്കറ്റ് ഇതാണ്. ഇന്ന് ഓപ്പണായ മാർക്കറ്റ് 24,418. അപ്പോൾ ഇന്നലെ ക്ലോസ് ചെയ്തെടുത്ത് നിന്ന് 10 പോയിന്റ് മുകളിലായിട്ട് ഓപ്പൺ ചെയ്തു. കറൻ്റ്ലി നടക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്തെ പ്രൈസാണ്. അത് വീഡിയോയിൽ ലൈവ് അപ്ഡേറ്റ് ഉണ്ടാവില്ല, റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്താലും. ഒത്തിരി പേര് പറഞ്ഞു അതിനകത്ത് 30 പോയിന്റ് 40 പോയിന്റ് വ്യത്യാസമുണ്ട്. അത് അവർ വീഡിയോ കാണുന്ന സമയത്ത് അവർ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്തേക്കാണ്
ഒരു 15-20 മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് ഉണ്ടാവുക. എന്തായാലും അത് നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഈ ശനിയാഴ്ച തന്നെ 3-4 മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ പറയുന്ന ഗിഫ്റ്റ് നിഫ്റ്റി വാല്യൂസ് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ദെൻ ഇന്നത്തെ ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജപ്പാൻ കറണ്ട് അക്കൗണ്ട് ഡീറ്റെയിൽ ഡാറ്റ, ജർമ്മനി ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ ഡാറ്റ, ജർമ്മനി എക്സ്പോർട്സ് ആൻഡ് ഇമ്പോർട്ട്സ് ഡാറ്റ, US കൺസ്യൂമർ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ ഡാറ്റ, ജപ്പാൻ ആവറേജ് ക്യാഷ് ഏർണിങ്സ് ഇയർ ഓൺ ഇയർ അതിൻ്റെ ഡാറ്റ, ഇതൊക്കെ ഇന്ന് റിലീസാവാനുള്ള ഡാറ്റാസാണ്. ദെൻ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഷാൽബി, ഖൂബ്സൂരത്ത്, സെക്യൂർ ക്രെഡൻഷ്യൽസ്, ഇത്രയും കമ്പനികളാണ് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുള്ളത്. FNO ബാനിൽ വന്നിരിക്കുന്ന ABFRL, ബന്ധൻ ബാങ്ക്, GNFC, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെന്റ്, PEL ഇത്രയും സ്റ്റോക്കുകളാണ്. ഇത് സ്റ്റോക്ക് ട്രേഡിങ്ങുമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഇത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, ഈ സ്റ്റോക്കുകളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. വേറെ അതുകൊണ്ട് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർ അതിനെക്കുറിച്ച് പറയിടാവേണ്ട ഒരു കാര്യമില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കഴിഞ്ഞ ദിവസം 1241 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 1651 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തുനിന്ന് 410 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതായിട്ടാണ് കഴിഞ്ഞ ദിവസം, അതായത് വെള്ളിയാഴ്ച, ഈ ഡാറ്റ വെള്ളിയാഴ്ചത്തതാണ്. വെള്ളിയാഴ്ച ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. 410 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ ജൂലൈ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6874 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 385 കോടിയുടെ സെല്ലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6489 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ളത്. ദെൻ കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 24,213 ഓപ്പണായി 110 പോയിന്റ് മുന്നേറ്റത്തോടുകൂടി 24,324 ക്ലോസ് ചെയ്തു. 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 942 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായത്. ഈ മാസം ജൂലൈ മാസത്തിൽ 331 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റം നേടാൻ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നോർമൽ CPR ആണ്. നോക്കാം എങ്ങോട്ടാണ് മാർക്കറ്റ് മൂവ് ആകുന്നത് എന്നുള്ളത്. ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 12.7 വിക്സ് ഒരു പീക്കിൽ 30ൻ്റെ അടുത്തേക്കൊക്കെ എത്തിയിട്ട് ഇറങ്ങി ഇപ്പോൾ 12 എത്തിയിരിക്കുന്നു. മാർക്കറ്റിലെ മൂവ്മെൻറ്റ് കുറഞ്ഞ് വളരെ നാരോ ആയിട്ടുള്ള റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സിനൊക്കെ നല്ലൊരു കാലമാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും കിട്ടാത്ത രീതിയിലാണ് ഉള്ളത്. ദെൻ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 1.01 ആണ്. അതായത് ക്ലിയർലി അതൊരു ബുള്ളിഷ് സിഗ്നലാണ് നമുക്ക് തരുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,500-ലാണ്. 46 ലക്ഷം കോൾ റൈറ്റിംഗ് ഉണ്ട്. ദെൻ പുട്ട് റൈറ്റിംഗ് വന്നിരിക്കുന്നത് 24,000-ലാണ്. 63 ലക്ഷമാണുള്ളത്. അപ്പം പുട്ടാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റിനെ മുകളിലോട്ട് പമ്പ് ചെയ്യാനാണ് ഓപ്ഷൻ സെല്ലേഴ്സ് ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ദിവസം 100 പോയിന്റ് ലാഭത്തിൽ അവസാനിച്ചു. ഫിൻ നിഫ്റ്റി 1 പോയിന്റ്, അതായത് ഫ്ലാറ്റ് ക്ലോസിംഗ് ആയിരുന്നു. സെൻസെക്സ് 217 പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 67 പോയിന്റ് ലാഭത്തിൽ ക്ലോസ് ചെയ്തു. ദെൻ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആണ്. മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി നോക്കുകയാണെങ്കിൽ നമുക്കൊരു മന്ത്ലി ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ ഇത് മിഡ് ക്യാപ്പ് ഒരു എന്താ പറയുക, ഒരു കൺസോളിഡേഷൻ നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസോളിഡേഷൻ നമ്മൾ ഒരു 3 ദിവസം മുമ്പുള്ള വീഡിയോ എടുത്ത് നോക്കിയാൽ നമുക്ക് ഇതറിയാം ഞാൻ എന്താണ് ഈ പറയുന്നത് എന്നുള്ളത്. ഈ ഒരു കൺസോളിഡേഷൻ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഇനി അത് കയറി അങ്ങ് പോകണം. സോ ഇവിടെ ഇന്നത്തെ ഒരു ഇൻട്രാഡേയിലുള്ള ഒരു ചാർട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് അല്ലെങ്കിൽ ഈ സോണിൻ്റെ അടുത്ത്, അതായത് നോട്രേഡ് സോണിൻ്റെ അടുത്ത് എവിടെയെങ്കിലായിട്ട് അതായത് നമ്മുടെ നോട്രേഡ് സോണായിട്ട് ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് CPR-ഉം ഫസ്റ്റ് ടാർഗറ്റ് അടങ്ങുന്ന ഈ വലിയൊരു സോണാണ്. വലിയ സോൺ എന്ന് പറഞ്ഞാൽ അത്ര വലിയ റേഞ്ച് ഒന്നുമില്ല. ഇവിടെ ഈ ഒരു സോണിലാണ് നമ്മൾ നോട്രേഡ് സോൺ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 12,531 മുതൽ 466 വരെയുള്ള ഈ ഒരു സോൺ, ഒരു 100 പോയിന്റിൻ്റെ ഒരു സോൺ നമ്മൾ ഒഴിവാക്കുകയാണ്. ഇതിൽ നിന്നും ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട്, അതായത് യെസ്റ്റർഡേ ഹൈന്ന് കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. സോ ഈ സോണിനകത്തായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഇന്ന് ഓപ്പണിംഗ് ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എവിടെ ഓപ്പൺ ആയാലും മാർക്കറ്റ് ഒന്നുകിൽ ബോട്ടം CPR കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങുക, അല്ലെങ്കിൽ ടോപ്പ് യെസ്റ്റർഡേ ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് കയറുക. ഈ ഒരു ഇതിനിടയിൽ ട്രേഡ് നമ്മൾ ഫ്രഷ് എൻട്രി എടുക്കുന്നില്ല. ഇവിടെ നിന്ന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ
12,570 ഈസി ആയിട്ട് കടന്നു പോകാൻ സാധ്യതയുണ്ട് റാസ് ലെവൽസിന്റെ. പക്ഷേ 12,600 എന്ന ലെവലിൽ 603 610 എന്ന ഈ ഒരു ലെവലിൽ വെച്ചിട്ട് മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും. തിരിച്ച് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഇതിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഇന്നത്തെ ഡേ ഹൈ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടായിട്ട് നിങ്ങൾ കരുതുക. ഇവിടുന്ന് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ മുകളിലോട്ട് കയറിപ്പോയി ഇവിടെ സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇവിടെ കട്ട് ചെയ്ത് താഴോട്ട് ഇറങ്ങാൻ നിൽക്കില്ല. പിന്നെ മാർക്കറ്റ് പിന്നെ ഫർദർ അപ്പ് മൂവ്മെന്റ് തന്നെ തരാനാണ് സാധ്യത. സോ അത് ഔട്ട് ഓഫ് ദ റേഞ്ച് ട്രേഡുകൾ ഞാൻ ഇവിടെ ഒന്നും തന്നെ പറയുന്നില്ല. അത് ആ സമയത്ത് നിങ്ങൾ തീരുമാനിച്ച് പോവുക. മാത്രമല്ല ഞാൻ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ മാർക്കറ്റ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല, മാർക്കറ്റിൽ വണ്ടി ഓടിച്ച് അല്ലെങ്കിൽ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന ആളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ അബദ്ധങ്ങൾ ഉണ്ടാവും. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് ചെയ്യണം. അതേപോലെ ഇന്ന് ലോവർ ലെവൽ സപ്പോർട്ട്, ഇത് ഞാൻ എൻ്റെ ട്രേഡിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സംഭവമാണ്. സോ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാനത് പകർന്നു തരുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടും. കാരണം എൻ്റെ ട്രേഡിൽ എനിക്കിത് പ്രശ്നം ഞാൻ കണക്കൂട്ടിയ തെറ്റി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആ സമയത്ത് പ്ലാൻ മാറ്റും. സോ അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും. ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളുക, അല്ലെങ്കിൽ എടുത്ത് കളഞ്ഞേക്കുക. ലോവർ ലെവലിലേക്ക് വരികയാണെങ്കിൽ സപ്പോർട്ട് ലൈനിൽ 12,442 37 എന്നുള്ള ഈ ഒരു സോണിൽ നല്ലൊരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട് മാർക്കറ്റ്. ഇതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറാൻ പണിയാണ്. പക്ഷേ താഴോട്ട് വരാൻ സമ്മതിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വൺസ് അത് പൊട്ടി താഴെ വരികയാണെങ്കിൽ ഇന്ന് 12,364 വരെ പോകാം. അതിനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. മാർക്കറ്റ് അടിപൊളി സൂപ്പർ ബുള്ളിഷ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പറന്ന് പോകണം അതിന്. മോസ്റ്റ് പ്രോബ്ലി എനിക്ക് തോന്നുന്നു ഇന്ന് 12,600 റേഞ്ചിലേക്ക് മാർക്കറ്റ് കയറി പോകുന്നതാണ്. ഒരു 100 പോയിന്റിൻ്റെ കേസ് മാത്രമാണുള്ളത്. സോ അത് പോസിബിളാണ്. ഇനി അഥവാ നമ്മുടെ പ്രതീക്ഷക്ക് മുകളിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ കയറിപ്പോകും. പക്ഷെ അവിടെ ഒരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ആ ഗ്യാപ്പ് ഫില്ലിംഗ് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത് ആ സമയത്തേക്ക് നിങ്ങൾ കണ്ട് തീരുമാനിച്ചുറപ്പിക്കണം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയാണുള്ളത്. ബാങ്ക് എക്സ് ട്രേഡ് ചെയ്യുന്നവരും വളരെ കുറവാണ്. ബാങ്ക് എക്സ് ഞാനിവിടെ എന്താ പറയുക ചാർട്ടൊക്കെ വരച്ച് വിശദീകരിച്ചാലും അതിനാരും തന്നെ ഒരു റെസ്പോൺസും തരാറില്ല. എനിക്ക് പേഴ്സണലി മെസ്സേജുകൾ വരും. ഇപ്പം ഞാൻ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് എനിക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കും, പല കാര്യങ്ങളും ചോദിച്ചും പറഞ്ഞൊക്കെ. അപ്പോൾ അത് നല്ല ആ ഒരു റെസ്പോൺസാണ് ഞാൻ കൗണ്ട് ചെയ്യുന്നത്. സോ ബാങ്ക് എക്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു 1-2 പേരോ എനിക്ക് ഇതുവരെയായിട്ട് മെസ്സേജ് അയച്ചിട്ടുള്ളതും വളരെ അപൂർവമായിട്ട്. സോ ഞാനത് ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടില്ല. നമുക്ക് പിന്നീട് നോക്കാം. എന്തായാലും അത് ആക്റ്റീവായിട്ട് എല്ലാവരും ട്രേഡ് ചെയ്യുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ബാങ്ക് എക്സ് കൂടി ഉൾപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും നല്ല ലാഭകരമായ ഒരു ദിവസം ആകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊന്നുകൂടി ഈ വീഡിയോയിൽ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്ത് പോളിഷ് ചെയ്തെടുക്കാൻ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. താങ്ക് യു വെരി മച്ച്. അപ്പോൾ വൈകുന്നേരം കാണാം.